ഞാൻ സിബിയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷുക്കൂർ, ഏറ്റവും ഒടുവിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത് KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ AICCയുടെ സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കാകണം KC വേണുഗോപാലിനെ വിളിപ്പിച്ചത്. മുഖ്യമന്ത്രി മതത്തിലേക്ക് മത്സര രംഗത്തുള്ള ഒരാൾ കൂടിയാണ് KC വേണുഗോപാൽ. അങ്ങനെയെങ്കിൽ എന്തിനാകണം KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുന്നത്? നേരത്തെ ഷുക്കൂർ അത് പറയുകയും ചെയ്തു. KC വേണുഗോപാൽ ഇന്ന് ആരെയും കേരളത്തിലുള്ള നേതാക്കളെ ആരെയും തന്നെ ഫോണിൽ ബന്ധപ്പെട്ടതായി നമുക്ക് അറിവില്ല. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിന്റെ ഒരു പിന്മാറ്റം, മുഖ്യമന്ത്രി മത്സരത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റമാണോ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? ഇക്കാര്യത്തിൽ ഒരു പ്രവചനത്തിനോ ഊഹാപോഹത്തിനോ മുതിരേണ്ടതില്ല. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസമില്ല എന്ന് നേരത്തെയുള്ള 2 റിപ്പോർട്ടുകളിലും ഞാൻ പറഞ്ഞു. നിലവിൽ KC വേണുഗോപാലിൻ്റെ ക്യാമ്പിനല്ല ആത്മവിശ്വാസമുള്ളത്, മറിച്ച് VD സതീശൻ്റെ ക്യാമ്പിലാണ്. VD സതീശൻ്റെ ക്യാമ്പിലെ ഏറ്റവും പ്രധാനിയായ KP നൗഷാദ് അലി അല്പം മുമ്പ് പറവൂർ ദേശത്തെ VD സതീശൻ്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. KP നൗഷാദ് അലിയെ പോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി പറവൂരിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ സാമാന്യം നല്ല ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്, സാമാന്യം നല്ല സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടനമായിരുന്നു. ഏറെക്കുറെ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നൊരു ഉറപ്പിച്ച സാഹചര്യത്തിലാണ് അത്തരം കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ അവരുടെ സന്ദർശനങ്ങളും എല്ലാം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ആത്മവിശ്വാസം കൂടുതലുള്ളത് എന്ന കാര്യത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അത്രമാത്രമേ ഇപ്പോൾ പറയാനാവൂ. കാരണം ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്, കൂടിയാലോചനയാണ് നടക്കുന്നത്. ഇതിൽ കേവല പ്രവചനങ്ങൾക്കോ ഊഹാപോഹങ്ങൾക്കോ